വടകര മറ്റേത് പൊളിറ്റിക്കലി ഒരു കുത്തകയായി അനുഭവപ്പെട്ടിരുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും വടകര ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അന്നായിരുന്നു വടകര പിന്നെ അവഗണിക്കപ്പെട്ടിരുന്നത്. വടകരയിൽ അവസരം കിട്ടിയപ്പോൾ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് മുല്ലപ്പള്ളി സാറാണെങ്കിലും പുള്ളിയേട്ടനാണെങ്കിലും കാര്യങ്ങൾ ചെയ്ത്. ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കുക, ഇപ്പൊ ദേശീയപാത കാര്യങ്ങളിലൊക്കെ പലരും അവകാശവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടപെടലുകളിൽ പിന്നെ ഇവരുടെയൊക്കെ പങ്കാർക്കും ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അത് പിന്നെ ഇലക്ഷൻ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്നുള്ളതായിരിക്കും. അല്ലാണ്ട് പിന്നെ വടകരയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാലത്താണ്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പം ആ സെക്ടറിൽ ആ തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം IT റിലേറ്റഡ് ആണ്. IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവും നമുക്ക് ഈ വടകര കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ആളുകൾ മറ്റു ഗ്ലോബലി പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാൻ പഠിക്കാൻ ഇപ്പൊ കുട്ടികൾ ചാടി പുറപ്പെട്ടു പോകുന്ന ഒരു കാലമാണ്. അതിന്റെ രണ്ട് കാര്യം, ഒന്ന് ഇഫ് ഇറ്റ് ഇസ് ബൈ ചോയ്സ്, അവർക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അവരെ തടയാൻ കഴിയില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് ബൈ ഫോഴ്സ്, പോവേണ്ട സാഹചര്യത്തിൽ അവർ നിർബന്ധിതരാകുകയാണെങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതിന്റെ പേരിലാണ്. അപ്പൊ അത് ഒരുക്കി കൊടുക്കുന്ന ഒരു കാര്യം IT റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും അതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സ്പേസും അത് പിന്നെ ഇവിടെ വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മേഖലകളിൽ കൊണ്ടുവരണമെന്ന് ഗവൺമെന്റുകളുടെ മുമ്പിൽ ശക്തമായി ഞാൻ പറഞ്ഞു. വെറുതെ ഇവിടെ ഒരു IT പാർക്ക് വേണമെന്ന് പറയാല്ല, വിൽ മേക്ക് എ പ്ലാൻ, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് തന്നെ പിന്നെ അത് അവരുടെ മുമ്പിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പിന്നെ ഇവിടുത്തെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ചരിത്രമുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിനും നേരത്തെ പറഞ്ഞ എൻഗേജ്മെന്റും പ്രോത്സാഹനവും കൊടുക്കാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ വിവിധ മേഖലകളിൽ പിന്നെ ആളുകളെ കണക്ട് ചെയ്യുന്ന സമഗ്രമായിട്ടുള്ള ഒരു വികസന പ്ലാൻ വടകരയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരവസരം കിട്ടിയാൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. പിന്നെ അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ് ആയിരിക്കും. ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയത്. ഇനി അവസരം കിട്ടിയാൽ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇരിക്കും, അവരുമായിട്ട് സംസാരിക്കും. ഇപ്പം IT ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അയാളോട് സംസാരിച്ചപ്പം അയാൾ ഒരു സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവിന് കഴിഞ്ഞ 8 വർഷമായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പൊ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇവിടെ അല്ല, അയാൾക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ സ്പേസ് ഇല്ല. അപ്പൊ സ്റ്റാർട്ടപ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാവുന്ന, നമുക്ക് ഇപ്പം പ്രൈവറ്റ് പാർക്കുകൾ ഉൾപ്പെടെ പിന്നെ പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു വടകരക്ക് വലിയൊരു സമഗ്രമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, വിവിധ തലങ്ങളെ ടച്ച് ചെയ്യുന്ന ഒരു വികസന പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കും. നല്ല ഇമ്പോർട്ടൻസ് വടകരയിൽ കൊടുക്കും. ആരോഗ്യം, വിദ്യാഭ്യാസം, സ്പോർട്സിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് വടകരയിൽ കൊടുക്കും. ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറുപ്പക്കാർ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഏത് മേഖലയിൽ ചെന്നാലും ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും ഭയങ്കര ആവേശവും ഭയങ്കര കമ്മിറ്റഡും ആയിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരാണ്. അപ്പൊ അവരുടെ സ്പോർട്സിലെ സ്കില്ലിനെ മീറ്റ് ചെയ്യാൻ കഴിയാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് ലീഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഒരു MP ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലക്ക് ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും വെച്ചിട്ട് 2 3 കായിക ഇനങ്ങളിൽ തുടങ്ങി പിന്നീട് ആളുകളുടെ താല്പര്യം കൂടെ അനുസരിച്ച് വിപുലപ്പെടുത്താവുന്ന, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ കൊടുക്കേണ്ടത്. അവിടെ പെർഫോം ചെയ്യുന്നവരെ കണക്ട് ചെയ്യാൻ നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കൂടുതൽ അവസരങ്ങൾ സ്പോർട്സിലും ആർട്സിലും കൊടുക്കാൻ തീരുമാനിക്കുക. ഇവിടുത്തെ കളരി ഭയങ്കര പാരമ്പര്യമാണ്, അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന പിന്നെ ഇവിടുത്തെ വടകരയുടെ, ഞാനിതിനെ ഒറ്റ വാചകത്തിൽ പറയാൻ ആഗ്രഹിച്ചാൽ, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, വടകരയുടെ ട്രഡീഷനെ, ലെഗസിയെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഇനിയുള്ള ഒരു വർഷങ്ങളിലോ പതിറ്റാണ്ടുകളിലോ കൊണ്ടുപോകാനുള്ള ഒരു ഡിസ്കഷൻ, അതിപ്പം തലശ്ശേരി ആണെങ്കിൽ പോലും ക്രിക്കറ്റ് ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം സാധ്യതകൾ ഇവിടെയുണ്ട്. പിന്നെ 3 ജനങ്ങളുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള 3 മേഖല. തീരദേശം, ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ
ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. തീരദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും, കണ്ടിന്യൂയിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവും, ഗവൺമെന്റുകളെ അതിലേക്ക് ഇടപെടുത്തുന്ന തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഉണ്ടാവും. പറഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രമായിരിക്കും ഉത്തരവാദിത്വം എന്ന നിലക്ക് അതിനെ കാണില്ല. അതിന് സീരിയസ് ഫോളോ അപ്പ് ഉണ്ടാവും. ഹാർബറുകളുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, മാർക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, ഇവിടെയൊക്കെ കുറേ ആവശ്യങ്ങൾ അവർ ചെന്ന് കണ്ടപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ളൊരു പാക്കേജിനെ ഒരു മാസ്റ്റർ പ്ലാൻ പോലെ തയ്യാറാക്കി അതിന് വിവിധ ഘട്ടങ്ങളാക്കി അതിന്റെ ഫോളോ അപ്സ് നടത്താൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഇവിടുത്തെ കർഷകർ. ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറ്റ്യാടി തേങ്ങ അറിയപ്പെടുന്നതാണ്, അതൊരു ബ്രാൻഡാണ്. പക്ഷെ അതിൽ അവരുടെ നാളികേര പാർക്ക് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ല. സംഭരണത്തെ സംബന്ധിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ പറയുന്നത്. എഗൈൻ ഇതൊക്കെ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ അതിന് പ്രാധാന്യം കൊടുക്കും. മാത്രമല്ല, ശ്രീലങ്കയൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ നമ്മൾ കേരളം എന്നുള്ളത് നാളികേരത്തിന്റെ നാട് എന്നൊക്കെ പറയുമെങ്കിലും പ്രോസസ്സിങ് സെന്ററുകളും നമ്മൾ നാളികേരത്തിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അവർ നാളികേരത്തിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും നമ്മളെക്കാൾ 4 ഇരട്ടിയാണ്. അപ്പൊ നാളികേരത്തിൽ നിന്ന് വെളിച്ചെണ്ണയും ചകിരിയും തൊണ്ടും ചിരട്ടയും എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിന് കൂടുതൽ പ്രാധാന്യം. ഒരു തെങ്ങിൽ നിന്നോ തേങ്ങയിൽ നിന്നോ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വന്നാൽ ഇന്നത്തെ കാലത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന കുറ്റ്യാടി തേങ്ങ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിന് കൂടുതൽ